ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നമ്മുടെ മലായി കേക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ മലായി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മലായി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 3 ഗ്ലാസ് പാല് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. എന്നിട്ട് അതിനകത്തേക്ക് 1/4 കപ്പോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തീരെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനകത്തേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കാണ്. ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് കണ്ടൻസ് മിൽക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിലാണ് ആ ഒരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടൻസ് മിൽക്ക് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം കാർഡം പൗഡറാണ്, ഏലക്കപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും പിന്നെ നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരികയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. ഞാൻ ഏലക്കപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. നമ്മുടെ 3 ഗ്ലാസ് പാലെന്നുള്ളത് ഒന്ന് കുറുകി കിട്ടണം കേട്ടോ. ഒരു 2-2.5 ഗ്ലാസോളം ആക്കിയിട്ട് നമ്മൾ കുറുക്കി എടുക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. പക്ഷെ ഒന്നും കൂടി കുറുകാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി നല്ലോണം കുറുകണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറുകി വരുന്ന ഒരു ടൈമിൽ നമുക്ക് വല്ലാണ്ടങ്ങ് കുറുക്കൊന്നും വേണ്ട. പക്ഷെ നമ്മൾ ഷാഹി തുക്കറൊക്കെ ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഞാൻ അതിനകത്ത് കാണിച്ചിരുന്നില്ലേ, ആ ഒരു ലൂസ് ആയിട്ട് എടുത്താൽ മതി. കാരണം നമുക്കിത് കേക്കിൻ്റെ മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വല്ലാതെ അങ്ങ് കുറുകി കഴിഞ്ഞാൽ നമുക്ക് കേക്കിനകത്ത് ഒഴിക്കാനായിട്ട് പറ്റില്ല. ഒഴിച്ചു കഴിഞ്ഞാൽ കേക്കിനകത്ത് അങ്ങ് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ടൊക്കെ കുറുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് തിക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. വൈറ്റ് കളർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാറി വരികയും ചെയ്യും ഒന്ന് കുറുകി വരുന്ന ടൈമിൽ. അപ്പോൾ ഇപ്പം നമ്മുടെ മലായി കളറൊക്കെ മാറി ജസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. നമുക്കിനിത് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മലായി ഉണ്ടല്ലോ, ആ മലായിൽ നിന്ന് നമുക്കൊരു 1/2 കപ്പ് മലായി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു 5 ടേബിൾ സ്പൂൺ തന്നെ തൈര് എടുത്തിട്ടുണ്ട്. തൈര് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ പൊടിച്ച പഞ്ചസാര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കണം. മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല കേക്കിൻ്റെ നല്ല ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാറ്റർ കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മലായി ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ കേക്കിൻ്റെ ബാറ്റർ കണ്ടില്ല, ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് കേക്ക് ബാറ്റർ ആയിട്ട് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബേക്കിംഗ് ട്രേ എടുക്കാം. അതിനകത്തേക്ക് ജസ്റ്റ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കേക്ക് ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ബാറ്റർ ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ട്രേയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഈ സ്പാറ്റില വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഇതിന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഞാനിപ്പോൾ താഴെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. നമ്മളിനി കേക്ക് ബാറ്റർ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 40 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിം ആയിരിക്കും. അപ്പോൾ 40 മിനിറ്റാണ് ഞാൻ വെക്കുന്നത്. അതിന് നമ്മളൊന്ന് 40 മിനിറ്റ് 30 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഓരോരുത്തരുടെ തീ അനുസരിച്ച് വ്യത്യാസം വരും. ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്കിപ്പോൾ 40 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് തണുക്കാനായിട്ട്, നല്ലോണം തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. നന്നായി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഇതുപോലെ സൈഡ്സൊക്കെ ഒന്ന് അങ്ങനെ ഇതുപോലെ കത്തി ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് സൈഡ്സൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ട്രേയിൽ നിന്ന് നമ്മൾ ആദ്യം ഈ ഒരു കേക്ക് ഒന്ന് പുറത്തേക്ക് എടുക്കണം. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ. അപ്പം എന്താ കണ്ടോ, നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ്. ഇതുപോലെ ജസ്റ്റ് ഈ പാത്രത്തിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ പാത്രത്തിൽ തന്നെ ഈ കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഒരു സ്ക്യൂവറോ കത്തിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിങ്ങനെ നിറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മലായി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഹോൾസിലൊക്കെ ഇറങ്ങിയിട്ട് കേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒഴിച്ചു കൊടുക്കുന്ന മലായി കംപ്ലീറ്റ് അതിൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഹോൾസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് മലായി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് മലായിയാണ്. ഞാൻ ഈ 1 ഗ്ലാസ് മലായി ഇതിൻ്റെ മേലെ കൂടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വറ്റിച്ചെടുത്തപ്പോൾ 2 ഗ്ലാസ് മലായി ആയിരുന്നു ഞാൻ അളന്ന് നോക്കിയപ്പോൾ 2 ഗ്ലാസ് മലായിയാണ് നമുക്ക് 3 ഗ്ലാസ് മലായി വറ്റിച്ചിട്ട് എടുത്തത്. 1 ഗ്ലാസ് മൊത്തം വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 2 ഗ്ലാസ് മലായിൽ നിന്ന് 1/2 ഗ്ലാസ് നമ്മൾ ഓൾറെഡി കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 1/2 ഗ്ലാസ് കൂടി ഉണ്ട്. നമ്മൾ ആ 1/2 ഗ്ലാസ് ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സെർവ് ചെയ്യണ സമയത്താണ് ഞാനിത് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കേക്കിൻ്റെ മേലെ കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കേക്കിലേക്ക് നമ്മുടെ ഈ മലായിയൊക്കെ നന്നായിട്ടൊന്ന് അബ്സോർബായിട്ട് കിട്ടണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞാൻ കുറച്ച് നട്ട്സ് വെച്ചിട്ടാണ്. ബദാമും പിസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വേണമെങ്കിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ശരിക്കും ഒരു കേക്ക് രൂപത്തിൽ വിപ്പിംഗ് ക്രീം വെച്ച് മേലെ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല അടിപൊളി കേക്ക് രൂപത്തിലായിട്ട് കിട്ടും. പക്ഷെ ഞാൻ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ബദാമും കാഷ്യൂനട്ടും മാത്രം വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്.
ഇതുപോലെ തന്നെ ഇങ്ങനെ തണുക്കാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായതിന് ശേഷം മതിയെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ നോക്കൂ, നമ്മൾ കേക്കിലേക്ക് മലായിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സൈഡൊന്ന് കാണിച്ചത് അതിനാണ്. നമ്മുടെ കേക്കിലേക്ക് നന്നായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കിനി ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മലായി കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് നേരത്തെ എൻ്റെ മോനൊന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കിയിട്ടുണ്ട്, കഴിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കെടുക്കാം. ഞാൻ എന്താ ഇപ്പോൾ ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ എത്ര പീസസ് വേണോ ഒരു സെർവിങ് പ്ലേറ്റിൽ വെക്കണോ അത്രയും പീസസ് നമ്മൾ കട്ട് ചെയ്ത് ആദ്യം തന്നെ വെക്കുക. അതിന് ശേഷം അതിന് മേലെ കൂടെ നമ്മളിതുപോലെ നമ്മുടെ മലായി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് എനിക്ക് സെർവ് ചെയ്യാനായിട്ട് താല്പര്യം. അപ്പോൾ അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെർവ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇനി മൊത്തത്തിൽ മലായി ആ കേക്കിന് മുകളിൽ കൂടെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ സെർവ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണം എന്നില്ല. പക്ഷേ ഞാൻ എപ്പോഴും ഇതുപോലെ കഴിക്കാനായിട്ടാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു മലായി കൂടി കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചു നോക്കാൻ പോകുന്നത്. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ മലായി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സ്പോഞ്ചി കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.